ഡൽഹിയിൽ ഒരു വമ്പൻ ഓപ്പറേഷൻ നടക്കുകയാണ്. റോഹിംഗ്യകളെയും ഇല്ലീഗലായിട്ടുള്ള ബംഗ്ലാദേശികളെയും കണ്ടുപിടിക്കാനായി രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായി ചാർജ് ഏറ്റെടുത്തതോടുകൂടി അമിത്ഷായുടെയും ഗവർണറുടെയും നേതൃത്വത്തിൽ BJP സംയുക്തമായാണ് ഈ മൂവ്മെന്റ് അവിടെ നടത്തുന്നത്. ഇവരുടെ കോളനികളെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കോളനികളിൽ ഇപ്പോൾ ഇവരുടെ രേഖകൾ പ്രകാരം ഇവരുടെ തിരിച്ചറിയൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സകല കോളനികളിലും എത്ര ഇല്ലീഗൽ ബംഗ്ലാദേശികളുണ്ട്, എത്ര ഇല്ലീഗലായിട്ടുള്ള രോഹിംഗ്യകളുണ്ട് എന്നുള്ള തിരിച്ചറിയൽ പരേഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ നടത്താത്ത കാര്യമാണ് തങ്ങൾ നടത്തുന്നതെന്നാണ് രേഖ ഗുപ്ത പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ വമ്പൻ പ്രതിഷേധം ഇവരുടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റ് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബംഗ്ലാദേശികളും റോഹിംഗ്യകളും പല സ്ഥലങ്ങളിലും ഡൽഹി പോലീസുമായി വലിയ രീതിയിലുള്ള സംഘട്ടനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹി പോലീസിനെ പല സ്ഥലത്തും ഇവർ തടഞ്ഞു വയ്ക്കുന്നു, പല സ്ഥലത്തും ഡൽഹി പോലീസിനെ ഇവർ മർദ്ദിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതേ തുടർന്ന് വലിയൊരു സൈനിക വ്യൂഹത്തെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പല റിപ്പോർട്ടുകളും പറയുന്നത് ഡൽഹി പോലീസ് യമുന സ്ലംസ്, അതായത് യമുനയുടെ അടുത്തുള്ള ചേരികളിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു താവളം എന്ന് പറയുന്നത്. ആ ചേരികളിലേക്ക് ഡൽഹി പോലീസിന് കടക്കാൻ സാധിക്കുന്നില്ല. ഇവരുടെ ഭാഗത്തു നിന്നും കനത്ത ആക്രമണമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രിക്കോഷൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കരുതൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ വലിയ രീതിയിൽ സൈന്യത്തിന് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഡൽഹി പോലീസ് അവിടെ നിരന്തരം രാത്രിയിൽ പെട്രോളിംഗ് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അത് മാത്രമല്ല, പ്രിവെന്റീവ് മെഷേഴ്സിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ആക്രമണം ശമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സൈന്യത്തെ അവിടെ ഇറക്കുന്ന കാര്യം ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.